നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, എൻ്റെ സെറ്റപ്പ് ഒന്നും ശരിയല്ല. എനിക്ക് സൗണ്ടൊക്കെ എത്ര പേരും ക്ലിയർ ആണോ ഒന്നും എനിക്കറിയില്ല. എന്തായാലും ശരി, ഞാൻ കിട്ടുന്ന സ്ഥലത്തിരുന്ന് ഞാൻ കിട്ടുന്ന രീതിയിൽ ചെയ്യാണ്. ഓക്കെ, ലെറ്റ്സ് സീ നിങ്ങളുടെ പേഴ്സൻ്റെ ഫീലിങ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത്. ആൻഡ് ഓക്കെ, നമുക്ക് നോക്കാം നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ച് കുറച്ച് കാർഡ്സ് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോട് എന്താ പറയാനുള്ളത്. Old school, not enough, partying, spring, paradise, camera ഉണ്ട് ഇവിടെ. ഓക്കെ, ആക്ച്വലി ഇവിടുന്ന് പറഞ്ഞു കൊടുക്കാം വേറെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ മനസ്സിൽ വരുമ്പോൾ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഓക്കെ ഒരല്പം പഴയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. എവിടെയും ആക്ച്വലി മെമ്മറി എന്ന രീതിക്ക് ഉണ്ടായിരുന്നു. ക്യാമറയും ഉണ്ട്, സോറി ഇതിലാണ്. ഓക്കെ, ക്യാമറ റെമിനൈസിങ്, അതായത് മെമ്മറീസ് ഓർക്കുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് ഇന്നത്തെ ദിവസം. നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു ചിന്തിക്കുന്നുണ്ട് ആള്. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെ പറ്റിയിട്ടായിരിക്കാം. കാരണം ഇതൊരു ആകെ പൊട്ടി ഇതായിട്ടൊക്കെ കിടക്കുന്ന പോലെയാണ്. സോ മേ ബി നിങ്ങൾ തമ്മിലുണ്ടായ എന്തെങ്കിലും വാക്കുതർക്കമായിരിക്കാം, എന്തെങ്കിലും വഴക്കായിരിക്കാം, പ്രശ്നമായിരിക്കാം. അതിനെക്കുറിച്ചൊന്നും ആള് ചിന്തിക്കുന്നുണ്ട്, ഓർക്കുന്നുമുണ്ട് നിങ്ങളെ. ഓക്കെ, മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻസ് ആൾ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള സമയങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ്. പക്ഷെ പാസ്റ്റിനെ കുറിച്ച് അവർ ചിന്തിക്കുകയാണ്. അതായത് ഇതുവരെ ഉണ്ടായ കാര്യങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുന്ന രീതിയിലാണ്. മേ ബി ഒരു അനലൈസിങ് എന്ന രീതിക്കായിരിക്കാം. ലാക്കിങ് കോൺഫിഡൻസ്, കാരണം ഇവിടെ പേഴ്സൺ എന്തോ നിങ്ങളെ മാറ്റി നിർത്തിയതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൽ ശരിക്കും പ്രശ്നം ഉണ്ടാക്കിയത് അവർ തന്നെയാണ്. ഓക്കെ, അവർ ഏതെങ്കിലും തരത്തിൽ അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഫിയർ, അവരുടെ പേടികൾ, പിന്നെ അവരെ അങ്ങനെ ചില കാര്യങ്ങൾ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഇവിടെ അവർ തന്നെ ഈ സിറ്റുവേഷനിൽ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട് അവർ. ഓക്കെ, ബട്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ അത് കാരണം കോൺഫിഡൻസ് കിട്ടുന്നില്ല. ഓക്കെ, അവർ അറിയാം ദാറ്റ് അവർ ഈ സിറ്റുവേഷൻ കേടുവരുത്തി, അവർ നിങ്ങൾ തമ്മിലുള്ള ആ ബന്ധത്തിനെ കേടുവരുത്തി എന്നവർക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് അവരുടെ ഈഗോ, കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ വളരെ ഈഗോയിസ്റ്റിക് ആയിരിക്കും. ഓക്കെ, പിന്നെ കുറച്ച് പേർക്ക് അവരുടെ ഉള്ളിൽ ഒരുപാട് പേടികൾ. ഓക്കെ, അതൊക്കെ കാരണം അവർ ശരിക്കും നിങ്ങളോട് ഒരു നല്ല ഒരു ബന്ധം നിലനിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അവർ തന്നെ പലതരത്തിൽ അവരുടെ ബിഹേവിയർ കൊണ്ട് ശരിക്കും പറഞ്ഞാൽ അവർ ഈ റിലേഷൻഷിപ്പ് കേടുവരുത്തി എന്ന് അവർക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോൾ അവർക്ക് നിങ്ങളെ ഫേസ് ചെയ്യാൻ ആക്ച്വലി കോൺഫിഡൻസ് കിട്ടുന്നില്ല. എങ്ങനെ നിങ്ങളെ ഫേസ് ചെയ്യും എന്ന രീതിക്ക് ചിന്തിക്കുകയാണ്. ബിക്കോസ് പാസ്റ്റിനെ കുറിച്ച് അവർക്ക് ഓർക്കുമ്പോൾ ഇനി ഞാൻ എന്ത് പറഞ്ഞ് നിങ്ങളുടെ മുമ്പിൽ വരും എന്ന രീതിക്ക് ഒരു ചിന്തയാണ് കാണുന്നത്. ഇവിടെ പാർട്ടിയും കാണുന്നുണ്ട്, ടൈം വിത്ത് ഫ്രണ്ട്സ്, ഹാവിങ് ഫൺ, ഹാപ്പിലി സിംഗിൾ. ഓക്കെ, മേ ബി നിങ്ങളുടെ പേഴ്സൺ അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടുപേരും ആയിരിക്കാം. ഓക്കെ, മേ ബി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ ഒരു സെപ്പറേഷൻ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ പാർട്ടിയിങ് എന്ന് പറയുമ്പോൾ മേ ബി ഒന്നുമില്ലെങ്കിൽ അവർ എന്തെങ്കിലും പാർട്ടി എൻജോയിങ് അങ്ങനത്തെ കാര്യങ്ങൾ നടക്കുമായിരിക്കും. പാർട്ടി തന്നെ ആവണമെന്നില്ല. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് ഇവിടെ ഹാപ്പിലി സിംഗിൾ എന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾ തമ്മിൽ സെപ്പറേറ്റ് ആയിട്ട് മേ ബി നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നുണ്ടാവാം. അതായത് ഞാൻ ഓക്കെയാണ്, ഞാൻ ഹാപ്പിയാണ്, ഞാൻ എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നടക്കണം, ഞാൻ എൻജോയ് ചെയ്യണു ലൈഫ് എന്ന് അവർ കാണിക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിരിക്കാം ഇത്. ഓക്കെ, മേ ബി നിങ്ങൾ ലൈഫിനെ ഇപ്പോൾ എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവാം. ഓക്കെ, പേഴ്സൺ വിട്ട് മാറിയിട്ടുണ്ടെങ്കിലും മേ ബി നിങ്ങളും കരുതുന്നുണ്ടാവും എത്ര കാലമാണ് ഞാനിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുക എന്ന്. ഓക്കെ, മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കാം. നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് പാർട്ടി ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സുമായിട്ട് എവിടെയെങ്കിലും കറങ്ങാൻ പോകുന്നു, എൻജോയ് ചെയ്യുന്നു, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവാം. സോ ഐ തിങ്ക് രണ്ടുപേരും ഇപ്പോൾ ആ ഒരു സെപ്പറേഷൻ്റെ എനർജിയാണ് എനിക്ക് പിക്ക് ചെയ്യുന്നത്. പക്ഷേ അവർക്ക് ആഗ്രഹം ഹയർ കമ്മിറ്റ്മെൻ്റ് ആണ്. നിങ്ങളുമായിട്ടൊരു എൻഗേജ്മെൻറ്റ് റിംഗ് ആണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പാർട്ട്ണർഷിപ്പ് യൂണിയൻ ഒക്കെയാണ് കാണുന്നത്. അവർക്ക് നിങ്ങളുമായിട്ട് ശരിക്കും വേണം എന്ന് തന്നെയാണ് ആഗ്രഹം. എനിക്ക് ഇപ്പോൾ സിംഗിളായിട്ട് ഇരിക്കുന്നു അല്ലെങ്കിൽ എൻജോയ് ചെയ്ത് നടക്കുന്നു, നിങ്ങൾ പേഴ്സണായാലും നിങ്ങളായാലും. ഓക്കെ, ഐ തിങ്ക് രണ്ടുപേരും നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പേഴ്സൺ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ലൈഫാണ്. കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ പറ്റുന്നവർക്ക് മാരേജ്, അല്ലാത്തവർക്ക് അറ്റ്ലീസ്റ്റ് നിങ്ങളുമായിട്ട് ഒരു കമ്മിറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, ഒരു നമ്മൾ പറയില്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബന്ധം ഉണ്ടാക്കുക എന്ന രീതിക്കുള്ളൊരു ചിന്തയാണ് അവർക്ക്. കുറച്ച് പേർക്ക് ഓഫർ പ്രതീക്ഷിക്കാം പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. അവർക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ഹാപ്പിനെസ്, എൻജോയ്, പ്ലേഫുൾനെസ്, എൻജോയിങ് ഈച്ച് അതർ. അവർക്ക് ശരിക്കും മേ ബി അവർ മറ്റുള്ളവരെ കൂടെ എൻജോയ് ചെയ്ത് നടക്കുമ്പോഴും എവിടെയോ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളുമായിട്ട് സമയം കിട്ടിയിരുന്നെങ്കിൽ എൻജോയിങ് ഈച്ച് അതർ എന്ന് പറയുന്ന ഹണിമൂൺ ഫേസ്, അല്ലെങ്കിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് ഹണിമൂൺ എന്ന് കാണുന്നുണ്ട്. സോ മേ ബി നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു ലൈഫ്, നിങ്ങൾ ഒന്നിച്ച് ഒരു യാത്ര പോവുക, എവിടെയെങ്കിലും സമയം സ്പെൻഡ് ചെയ്യുക, നിങ്ങൾ ഒന്നിച്ച് അവർ പാർട്ടിയും ചെയ്യുമ്പോഴും എവിടെയോ ഐ തിങ്ക് അതാണ് നിങ്ങളെ മിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞത്. അവർ മറ്റുള്ളവരെ കൂടെ ആണെങ്കിൽ പോലും അവർ നിങ്ങളെ മിസ് ചെയ്യുന്നു. ഇപ്പോൾ ഓക്കെ, ട്വിൻ ഫ്ലെയിംസ് കാണുന്നുണ്ട് ഇവിടെ. കുറച്ച് പേർക്ക് നിങ്ങൾ ട്വിൻ ഫ്ലെയിംസ് എന്ന രീതിക്ക് ആയിരിക്കാം. എനിവേ അതിനെക്കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ പറയുന്നില്ല. അതിനെക്കുറിച്ചൊരു സീരീസ് തന്നെ ചെയ്യണം ഇനി. ഓക്കെ, വേറെ
ഡേറ്റ് യെസ് അഗൈൻ സെയിം തിങ് വരുന്നുണ്ട് വീണ്ടും. ഹാർട്ട് ബ്രോക്കൺ, പോക്കർ ഫേസ്, സോൾമേറ്റും വന്നു, നേരത്തെ ട്വിൻ ഫ്ലെയിമും ഉണ്ടായിരുന്നു. നിങ്ങൾ തമ്മിലുള്ള സോൾമേറ്റ് ട്വിൻ ഫ്ലെയിം കണക്ഷൻ ആണ്. ഓക്കെ, തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിലൊരു അത്രയും ആ ഒരു ബോണ്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ എനിക്ക് പറഞ്ഞ പോലെ ചിലപ്പോൾ എൻഡിങ് ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സെപ്പറേഷൻ, നിങ്ങൾ തമ്മിൽ അധികം സംസാരമില്ല എന്ന രീതിക്കായിരിക്കാം. ടോട്ടൽ എൻഡിങ് അല്ലെങ്കിലും മേ ബി ഒരു അകൽച്ച ഉണ്ടാവാം. എനിക്ക് ഇവിടെ ഡേറ്റ് കാണുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഡേറ്റിംഗ് വേണം, അതായത് വീണ്ടും കാണണം, നമ്മൾ തമ്മിൽ മീറ്റ് ചെയ്യണം, നമുക്ക് ഒന്നിച്ച് സമയങ്ങൾ സ്പെൻഡ് ചെയ്യണം, സംസാരിക്കണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ആഗ്രഹമുണ്ട്. ഞാൻ സെഡക്ഷനും കാണുന്നുണ്ട്, അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളോട്. ഓക്കെ, ഇങ്ങനെ വിട്ട് നിൽക്കുമ്പോഴാണ്, ഓക്കെ വിട്ട് നിൽക്കുന്നു, മറ്റുള്ളവരോട് എൻജോയ് ചെയ്യുന്നു, പക്ഷെ മനസ്സ് മുഴുവൻ നിങ്ങളുടെ കൂടെയാണ് എന്നാണ്. ഓക്കെ, യെസ്, പക്ഷെ അവർ നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എൻ്റെ ഇവിടെ അവർക്ക് ഈ നോട്ട് ഇനഫ് എന്ന് പറയുന്നത്, അതായത് അവർക്ക് തോന്നുന്നത് ഇപ്പം ഞാൻ എന്ത് പറഞ്ഞാൽ നിങ്ങളുടെ മുമ്പിൽ വരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പോരാ, അതായത് നിങ്ങൾക്ക് യുനോ നിങ്ങൾ മച്ച് ബെറ്റർ ഡിസേർവ് ചെയ്യുന്നുണ്ട്, അവരെ പോലെ ഒരു വ്യക്തിയല്ല, അതിനേക്കാൾ നല്ലത് നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നാണ് അവർ കരുതുന്നത്. ഓക്കെ, നിങ്ങളെ ഹേർട്ട് ചെയ്തു എന്ന് അവർക്ക് അറിയാം നന്നായിട്ട്. ഓക്കെ, ഇപ്പം അവർ ലോസ്റ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. മേ ബി നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്നു എന്ന് കാണുമ്പോൾ അവർക്ക് ഇപ്പോൾ വിഷമം തോന്നുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ അവർക്ക് തനിച്ചായ പോലെ തോന്നുന്നുണ്ട്, അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് മെയിൻലി. ഓക്കെ, പക്ഷെ എന്താണെന്ന് വെച്ചാൽ അവർ തുറന്ന് പറയുന്നില്ല. ആഗ്രഹമുണ്ട്, തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അവർക്ക് മനസ്സിൽ വെച്ച് നടക്കുകയാണ് ഇപ്പോൾ. എന്താണ് അവരുടെ ഉള്ളിലുള്ളത് എന്നവർ തുറന്ന് പറയുന്നില്ല. എനിക്ക് ഒന്നും നമുക്ക് കാണുമ്പോഴോ അല്ലെങ്കിൽ സംസാരത്തിലോ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നിട്ട് അവർക്ക് എങ്ങനെയാണ് ആഗ്രഹം എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത് ആഗ്രഹമുണ്ട്. കാർമിക് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. റിസെന്റ്മെന്റ് ആൻഡ് ട്രിഗേഴ്സ്, പെർസെപ്ഷൻ, ഇന്റൻസിറ്റി, ലെറ്റിംഗ് ഗോ. ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ തമ്മിലുണ്ടായിരുന്ന ഒരു കാർമിക് ഫേസ് ആയിരുന്നു. കാർമിക് റിലേഷൻഷിപ്പ് എന്ന് ഞാൻ വിളിക്കില്ല. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ തമ്മിൽ ഒരു ചില കാർമിക് സിറ്റുവേഷൻസ് മാറാനുണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ പാസ്റ്റ് ലൈഫിൻ്റെ എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും കർമ്മ ഉണ്ടാവും. സോ അത് എന്തോ ഒരു എൻഡിങ് വരാനുണ്ടായിരുന്നു അവിടെ. ആ കാര്യങ്ങൾ ചില മാറ്റങ്ങൾ നിങ്ങളിൽ വരാനുണ്ട്. ഓക്കെ, ആ മാറ്റങ്ങൾ വരുമ്പോഴാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബെറ്റർ ആവാൻ തുടങ്ങുക. ഓക്കെ, നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ചില കാര്യങ്ങൾ അതിൽ ചേഞ്ചസ് വരാനുണ്ട്. ആൻഡ് കോഫിൻ ഇവിടെ പറയുന്ന ന്യൂ ബിഗിനിങ് എന്നാണ്. റീബോൺ, ട്രാൻസിഷൻ. ഓക്കെ, ട്രാജിക് എൻഡിങ്സ്. യെസ്, എൻഡിങ് ആണ് ഇവിടെ എനിക്ക് പറയുന്നുണ്ട്. എൻഡിങ്സ് ഉണ്ട്, നിങ്ങൾ തമ്മിലൊരു എൻഡിങ് സെപ്പറേഷൻ കാണുന്നുണ്ട്, പക്ഷെ അത് നിങ്ങൾ തമ്മിലൊരു ബെറ്റർ ബിഗിനിങ് കൊണ്ടുവരും. ഓക്കെ, കൂടുതൽ മാറി, കാരണം ഐ തിങ്ക് നിങ്ങളിൽ മാറ്റം കൊണ്ടുവരാം. അപ്പം എനിക്ക് അഡ്വൈസ് ആയിട്ട് പറയാനുള്ളതാണ്, നിങ്ങൾ മാറാൻ തുടങ്ങാം. നിങ്ങൾ പേഴ്സണെ ചേസ് ചെയ്യാൻ പോകരുത്. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യുക. അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് പേഴ്സണിന് ചില റിയലൈസേഷൻസ് വരാം. അതുകൊണ്ടാണ് പോരാത്തതിന് നിങ്ങൾ എവിടെയോ നിങ്ങൾ അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുക, സെൽഫ് ലവിലേക്ക് വരാം. ഓക്കെ, സോ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ എൻഡിങ്സിൽ ന്യൂ ബിഗിനിങ് വരുള്ളൂ. ഓക്കെ, ന്യൂ ബിഗിനിങ് വരും. ആൻഡ് നിങ്ങൾ തമ്മിലൊരു റീബർത്ത്, ട്രാൻസിഷൻ, നിങ്ങൾ തമ്മിലൊരു ട്രാൻസ്ഫോർമേഷൻ വരും, സിറ്റുവേഷൻ മാറി വരും എന്നാണ്. ആൻഡ് സോൾമേറ്റ് ഞാൻ പറഞ്ഞു. യെസ്, സോൾമേറ്റും കണ്ടു, നേരത്തെ ട്വിൻ ഫ്ലെയിമും ഉണ്ടായിരുന്നു. സോ നിങ്ങൾ തമ്മിലുള്ളത് എന്തോ ഒരു സ്പിരിച്വൽ ബോണ്ടാണ്, അതാണ് മെയിനായിട്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങളും മാറാനുണ്ട്, നിങ്ങളുടെ പേഴ്സണും മാറാനുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഒരു ബന്ധം നിങ്ങളുടെ ലൈഫിൽ അത്രത്തോളം നമ്മുടെ ലൈഫിൽ അത്ര ഇമ്പോർട്ടൻ്റ് ഒക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ പേഴ്സണൽ ലൈഫിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ളതാണ്. ഓക്കെ, സോ എന്തായാലും ഇവിടെ പേഴ്സൺ നിങ്ങളിപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ അകൽച്ചയിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർ മിസ് ചെയ്യുന്നുണ്ട്. ഇല്ലാത്തവരും ഇപ്പോൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ പേഴ്സൺ കാണിക്കുന്നുണ്ടാവും, ഓ ഞാൻ ഒക്കെയാണ്, നീ ഇല്ലെങ്കിലും എനിക്കങ്ങനെ നീ ഇല്ലെങ്കിലും വേണ്ട എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ടാവും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ തമ്മിലുള്ള അടുപ്പം എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, സോ ചില സിറ്റുവേഷൻസ് ഒന്ന് ചേഞ്ച് വരാനുണ്ട് ഇവിടെ. ഓക്കെ, സോ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. നല്ലൊരു സാരിക്കട്ടെ. നന്ദി, നമസ്കാരം.